ഞാനിന്ന് കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ആകെ ഒരു ശൂന്യത. നോക്കിയപ്പോൾ ഫ്രണ്ടിലത്തെ തെങ്ങ് കാണാനില്ല, തെങ്ങിൻ്റെ കുറ്റി മാത്രമുണ്ട്. അതാണെങ്കിൽ അച്ഛൻ അവിടെ ഇന്ന് ഒറ്റയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. തെങ്ങിൻ്റെ കുറ്റി എത്ര ആഴത്തിലുള്ളതാണെന്നറിയാലോ, അത് ഒറ്റയ്ക്ക് ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരാളായിട്ട് അതിങ്ങനെ എടുത്ത് മാറ്റുന്നത്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയെ കൂട്ടിന് വന്നു, അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും ഒരു 1-1.5 ദിവസത്തിനുള്ളിൽ ആ കുറ്റി മൊത്തം മാറ്റി അത് മൂടിയിട്ടുണ്ട്. എന്നെ കണ്ടപ്പോഴുള്ള സ്നേഹപ്രകടനമാണിത്. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. ഇനി കുറച്ച് ഭക്തിമാർഗമാകാം, കുറച്ച് നാളായില്ലേ പോയിട്ട്. പിന്നെ രസീത് കൗണ്ടറിൽ പോയിട്ട് രസീതൊക്കെ എഴുതിച്ചു. ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് കുറച്ചധികം പോസ്റ്റാണ്. എനിക്ക് പണ്ടുതൊട്ടേ മടിയുള്ള കാര്യമാണ് ഇങ്ങനെ ക്യൂ ഒക്കെ നിൽക്കുന്നത്. പിന്നെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനുള്ളിൽ രസീതൊക്കെ കിട്ടി. എന്നിട്ട് അവിടെ വന്ന് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു ജിറാഫിനെ ആരോ ഉപേക്ഷിച്ചിട്ട് പോയത്. ഞാൻ കുറേ നേരം അതിൽ നോക്കിയിരുന്നു, അത് എടുക്കണോ വേണ്ടയോ എന്ന്. എടുത്തിരുന്നെങ്കിൽ എൻ്റെ പുറകെ വന്ന ചേട്ടനെ എൻ്റെ തലക്കിട്ടടിച്ചേനെ. കാരണം ആ ചേട്ടൻ്റെ കൊച്ചിൻ്റെ ആയിരുന്നു ആ ജിറാഫ്. എടുത്തിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. പാവാ ജിറാഫ് ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ ആർക്കും നല്ലത് ചെയ്യാൻ വന്നാലും എനിക്ക് ഇങ്ങനെ വരുള്ളൂ. പിന്നെ അതിൻ്റെ വിഷമം തീർക്കാൻ അമ്പലത്തിൻ്റെ അകത്ത് പോയിട്ട് കുറച്ച് നേരം ഇരുന്നു. അവിടുന്ന് നേരത്തെ എഴുതിച്ച രസീതിൻ്റെ വഴിപാടൊക്കെ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വഴിപാടൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും അപ്പുറത്ത് തൊഴാൻ വേണ്ടി പോയി. ഇനി നിങ്ങൾക്ക് എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞ് വിഷമം വേണ്ട. എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമാവുമെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞ് പിന്നെ മഹാദേവൻ്റെ അവിടെ പോയിട്ട് തൊഴുതു. ഞാൻ വീഡിയോ എടുത്തപ്പം ഓം നമഃ ശിവായ സ്റ്റക്കായിപ്പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.